Hi friends, അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ബൂളിയൻ വാല്യൂസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ട്രൂ ഓർ ഫോൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ വളരെ അധികം നമ്മൾ അല്ലെങ്കിൽ ഒരു യൂസ്ഫുൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് ഏതൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തോട്ടെ, ഇറ്റ് വിൽ റിട്ടേൺ എ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പ്രിന്റ് എന്ന് എഴുതുവാണ്, അതിൻ്റെ അകത്ത് 10 > 9 എന്ന് എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ. അതുപോലെ തന്നെ ഇത് 9 > 10 എന്നാണ് പ്രിന്റ് ചെയ്യാൻ പറയണമെങ്കിലോ ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി അവിടെ ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന തരത്തിലൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. സോ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇഫ്, അതുപോലെ തന്നെ ഇഫ് നമുക്കറിയാം, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് 10 ആണ്, ബി എന്ന് പറയുന്നത് 9 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇഫ് എ > 9 ദെൻ എന്ത് ചെയ്യുക, പ്രിന്റ് ട്രൂ എന്ന് ആണെങ്കിൽ ഇവിടെ ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഇന്റേണലി അതൊരു ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രിന്റ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബൂളിയൻ, അല്ലെങ്കിൽ അങ്ങനെ ട്രൂ ഓർ ഫോൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ബൂളിയൻ വാല്യൂസ് എന്ന് പറയുക. അപ്പോൾ ബൂളിയൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ ബൂളിയൻ വാല്യൂസ് എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പോൾ അടുത്തൊരു ഈ ഒരു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ബൂളിയൻ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മൾ ബൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു വാല്യൂ ആയിക്കോട്ടെ, ഏതൊരു വേരിയബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ ബൂൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും വെദർ ഇറ്റ് വിൽ ബി ട്രൂ ഓർ ഫോൾസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബൂൾ ഓഫ് 5 ട്രൂ ആയിരിക്കും. കാര്യം ഈ ബൂൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് ഉണ്ട്, ദെൻ ഇറ്റ് ക്യാൻ ബി ട്രൂ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് ഒരു 6 വെച്ചു, എന്നിട്ട് ഞാനിപ്പോൾ ബൂൾ ഓഫ് എ ചെക്ക് ചെയ്യാമെന്ന് വെച്ചു, അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ അകത്ത് ചുമ്മാ എംപ്റ്റി ആയിട്ടിട്ട് അത് ഞാൻ 0 കൊടുത്തെന്ന് വെച്ചോ, അത് ഫോൾസ് വരും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂളിയൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൂൾ ഉപയോഗിച്ച് നമ്മളൊരു വേരിയബിളിനായിക്കോട്ടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സംഖ്യനായിക്കോട്ടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ, കണ്ടന്റ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാണ് ഈ ബൂൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ ഫോൾസ്, അല്ലെങ്കിൽ ബൂളിയൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒന്നും ഇല്ല എങ്കിൽ ഇത്രേ ഉള്ളൂ, ബൂളിയൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു കോണ്ടന്റും ഇല്ല എങ്കിൽ ഇറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ആസ് എ ഫോൾസ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ആസ് എ ട്രൂ. കാര്യം അത് ഈ ഒരു സംഖ്യയോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൻ്റെയോ കേസല്ല. ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്താണെങ്കിലോ, ഇപ്പോൾ ഞാനിവിടെ A = 0 കൊടുത്തു, ഒരു സംഖ്യയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുത്തു, ഇറ്റ് ക്യാൻ ഐദർ ബി ഇവാലുവേറ്റഡ് ആസ് എ ഫോൾസ്. കാര്യം അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇനി ഞാൻ ആ ഒരു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ AB എന്ന് കൊടുത്തെന്ന് വെച്ചോ, ട്രൂ ആയിരിക്കും. കാര്യം ആ ഒരു ഇതിനകത്ത് ഒരു കോണ്ടന്റ് ഉണ്ട്. സോ ഇതുപോലെ തന്നെ അത് ഒരു അറേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലൊക്കെ കോണ്ടന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇവാലുവേറ്റഡ് ആസ് എ ട്രൂ, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ആക്ച്വലി ബൂൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ഒരു അറേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഒരു ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണോ ഫോൾസ് ആണെന്ന തരത്തിൽ ബൂളിയൻ വാല്യൂസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്.
ഫംഗ്ഷനെ കോൾ ചെയ്യാനാണ്. നമുക്കിനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അല്ല ട്രൂ. ഇനി ഞാനിവിടെ എന്താ ഫോൾസ് ആക്കാൻ പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഫോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷന് നമുക്ക് ഈ ഒരു ബൂളിയൻ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇതിനെപ്പറ്റിയായിരുന്നു, ബൂളിയൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ ബൂളിയനെ പറ്റിയിട്ട് ഇത്രയും ഉണ്ടാവുള്ളൂ, ചെറിയൊരു ടോപ്പിക്കായിരുന്നു.